ലണ്ടനിലെ വ്യവസായി സ്വർണലിംഗത്തിന്റെ മകളും ശ്രീലങ്കൻ തമിഴ് വംശജയുമാണ് നടൻ വിജയ്യുടെ ഭാര്യ സംഗീത. ഇവർ ജനിച്ചതും വളർന്നതുമെല്ലാം യുകെയിലാണ്. 5000 കോടിയോളം വരുന്ന വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമയാണ് സ്വർണലിംഗം. ഭാര്യ നിർമ്മല വീട്ടമ്മയാണ്. കുടുംബകാര്യങ്ങളിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. സംഗീതയുടെ കുടുംബം പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും പ്രശസ്തിയിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നടൻ വിജയ്യുടെ അമ്മായിയപ്പനെന്നും അമ്മായിയമ്മയെന്നും പറഞ്ഞ് ഒരു വേദിയിലും ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിനൊന്നും അവർക്ക് സമയവും ഉണ്ടായിരുന്നില്ല. സംഗീതയ്ക്ക് മാത്രമായി ഏകദേശം 400 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് സംഗീത ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ലോകത്തെവിടെ പോയാലും മക്കൾ തമിഴ് സംസ്കാരം മറന്നു പോകരുത് എന്ന നിർബന്ധമുള്ളയാളായിരുന്നു സംഗീതയുടെ അമ്മ. പാശ്ചാത്യ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു ലണ്ടൻകാരിയായല്ല, ഒരു തമിഴ്നാടൻ പെൺകുട്ടിയായാണ് സംഗീതയെ വളർത്തിയത്. തമിഴ് സിനിമകളും ഗാനങ്ങളുമായിരുന്നു ആ പെൺകുട്ടി നെഞ്ചിലേറ്റിയത്. അങ്ങനെയാണ് വിജയ് അവളുടെ ഹൃദയത്തിലേക്ക് കയറിയതും. വിജയ്യുടെ ഫാൻ ഗേൾ ആയിരുന്നു സംഗീത. വിജയ്യുടെ കരിയർ മാറ്റിമറിച്ച പൂവേ ഉനക്കാക എന്ന ചിത്രം കണ്ട് വല്ലാതെ സംഗീത ആകൃഷ്ടയായി. അങ്ങനെ ലണ്ടനിൽ നിന്ന് ചെന്നൈയിലെത്തിയ സംഗീത ഫിലിം സിറ്റിയിലെ സെറ്റിൽ വെച്ചാണ് വിജയിയെ നേരിട്ട് കണ്ടത്. സംഗീത സ്വയം പരിചയപ്പെടുത്തുകയും വലിയൊരു ആരാധകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ലണ്ടനിൽ നിന്ന് തന്നെ കാണാനെത്തിയ ആത്മാർത്ഥത വിജയിയെയും ആകർഷിച്ചു. ആ ബന്ധം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. വിജയിയുടെ വീട്ടുകാർക്കും സംഗീതയുടെ ലാളിത്യം ഏറെ ആകർഷകമായി. പിന്നീട് വിജയിയുടെ വീട്ടുകാർ സംഗീതയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സംഗീതയുടെ പെരുമാറ്റത്തിൽ ആകൃഷ്ടനായ വിജയിയുടെ പിതാവ് എസ്.എ. ചന്ദ്രശേഖർ തന്നെയാണ് വിവാഹാലോചന ആദ്യം മുന്നോട്ട് വെച്ചത്. രണ്ടുപേരും 2 മതത്തിൽപ്പെട്ടവരായതിനാൽ ചടങ്ങുകൾ വേറെ വേറെ നടത്തി. ലണ്ടനിൽ വെച്ച് ക്രൈസ്തവ ആചാരപ്രകാരവും തമിഴ്നാട്ടിൽ വെച്ച് ഹൈന്ദവ ആചാരപ്രകാരവും വിവാഹം നടന്നു. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോഴായിരുന്നു വിജയ് വിവാഹിതനായത്. അന്ന് 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീടുള്ള ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു വനിതാ ആരാധക വൃന്ദത്തെ നേടിക്കൊടുത്തു. വിവാഹ സമയത്ത് പ്രധാനമായും റൊമാൻറ്റിക് ഹീറോ പരിവേഷമായിരുന്നെങ്കിലും തൊട്ടടുത്ത വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ഖുഷി, പ്രിയമാനവളെ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ താരമൂല്യം കുത്തനെ ഉയർത്തി. ഇതിനെല്ലാം പിന്നിൽ ഭാര്യയുടെ ഐശ്വര്യമാണെന്നായിരുന്നു വിജയ് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും ഒരു ടോക്സിക് ഭർത്താവായിരുന്നില്ല. സെറ്റ് കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന മൃദുഭാഷിയായ, അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒന്നുമില്ലാത്ത വ്യക്തിയായാണ് അദ്ദേഹം വിലയിരുത്തപ്പെട്ടത്. മദ്യപാനം, ലഹരി ഉപയോഗം, നിശാപാർട്ടികൾ അങ്ങനെ ഒന്നിലേക്കും വിജയിയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി വിജയിയുടെ പേരിനൊപ്പം ചേർക്കുന്ന പേര് ഒരു നടിയുടേതാണ്. ഇപ്പോൾ 40 വയസ്സ് പിന്നിട്ടിട്ടും വിവാഹിതയാകാത്ത ഒരു നടി. വിജയിയുടെ വിവാഹബന്ധത്തിലെ വില്ലത്തിയെന്ന് തമിഴ് മുഖ്യധാരാ മാധ്യമങ്ങളും പറയുന്നത് നടി തൃഷയുടെ പേരാണ്. തമിഴ് സിനിമാ മാസികകൾ അത് തുറന്നെഴുതുന്നുമുണ്ട്. ദിലീപ് കാവ്യ മാധവൻ ബന്ധം പോലെ തമിഴ് ഓൺലൈൻ മാഗസിനുകൾക്ക് ചാകരയാണ് ഇപ്പോൾ വിജയ് തൃഷ ബന്ധം. ഗില്ലി, തിരുപ്പാച്ചി തുടങ്ങിയ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച കാലം മുതൽക്കേ ഇവർക്കിടയിൽ പ്രണയമുണ്ടെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലിയോ എന്ന ചിത്രത്തിൽ വീണ്ടും ഒന്നിച്ചതോടെ ഈ ചർച്ചകൾ വീണ്ടും സജീവമായി. പക്ഷേ ഇരുവരും ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ഇവർ മുൻപ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ തൃഷ വിജയ്ക്കൊപ്പം പങ്കുവച്ച ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ആരാധകർക്കിടയിൽ സംശയത്തിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയുടെ ജന്മദിനത്തിൽ തൃഷ പങ്കുവച്ച മിറർ സെൽഫി വലിയ ചർച്ചയായിരുന്നു. വാർത്ത പ്രചരിച്ചതോടെ തൃഷയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വിജയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾക്ക് താഴെ അധിക്ഷേപകരമായ കമന്റുകളുടെ പ്രവാഹമാണ്. ഒരു കുടുംബം തകർത്തതിന് അഭിനന്ദനങ്ങൾ, മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പോൾ സന്തോഷമായോ, അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചുകൂടെ എന്നിങ്ങനെ പരിഹാസവും രോഷവും നിറഞ്ഞ പ്രതികരണങ്ങളാണ് വരുന്നത്. സിനിമകളിൽ ഇരുവരും ഒന്നിച്ചെത്തിയപ്പോഴുള്ള ആവേശം ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ വിദ്വേഷമായി മാറിയിരിക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.